ഹായ്, നമ്മുടെ ചതുരപ്പയർ നല്ലതുപോലെ കായ്ക്കാൻ തുടങ്ങി കേട്ടോ. ചുവട് മുതലേ കായ്ച്ചിട്ടുണ്ട്. കായാണെങ്കിലും നല്ല വലിപ്പമൊക്കെയുള്ള പയറാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിലൊക്കെ നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലൊക്കെ പടർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നല്ലതുപോലെ കായും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അത്യാവശ്യം നമുക്ക് ഓരോ ദിവസം തോരൻ വെക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിച്ചുകൊണ്ട് പോകും. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കുറച്ച് വീണ്ടും പറിക്കാനും ഉണ്ട്. അതേപോലെ നമുക്ക് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പയർ മാത്രമല്ല, നമുക്കിത് ഇലയാണേലും തളിരി ഇലകളൊക്കെ പറിച്ചിട്ട് നമുക്ക് തോരൻ വെച്ചാൽ ഒരുപാട് ഗുണമുണ്ട് കേട്ടോ. ഈ ഇലയിലാണേലും നമ്മൾ മുരിങ്ങയിലൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഇലക്കറികളിൽ തോരൻ വെച്ച് കഴിക്കാൻ പറ്റിയതാണ് ഈ ഒരു പയറിൻ്റെ ഇലയും. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇലയിലും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കയറിൽ അതിൻ്റെ ഓരോ തലയും ഇങ്ങനെ പടർന്ന് വരുന്നതിനനുസരിച്ച് കയറ്റി വിടും കേട്ടോ. അതിലെല്ലാം അത് കണ്ടില്ലേ, പൂവും അതെല്ലാം കായുമായിട്ടുണ്ട്. ഇതിന് മറ്റ് പയറിനെ പോലെ അങ്ങനെ വലിയ കീടശല്യം ഒന്നും ഇല്ല കേട്ടോ, ഒരു കീടശല്യവും ഇല്ല. പിന്നെ ഇലകളിലൊക്കെ ചിലപ്പോൾ പുഴു എന്താണ് ചെറിയ പുഴുക്കളൊക്കെ ഇങ്ങനെ ഇലയിലെങ്ങാനും വന്ന് കൂട് കൂട്ടിയെങ്കിലേ ഉള്ളൂ. അതല്ലാതെ കായിലൊന്നും നമുക്ക് അങ്ങനെ വലിയ കീടശല്യം ഒന്നും ഇല്ലാതെ എളുപ്പം കൃഷി ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചതുരപ്പയർ. ഇതിൻ്റെ ഒരു വശത്ത് ഞാൻ നമ്മുടെ ചുവന്ന പയറും, അതായത് ഇത്തിരി സ്ഥലത്തൊക്കെ അങ്ങനെ ഉള്ളതുപോലെയൊക്കെ നമുക്ക് വെറൈറ്റി ഒക്കെ നടാലോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ നമ്മുടെ ചുവന്ന പയറും നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നല്ലതുപോലെ കായ്ച്ചു. ഇപ്പുറത്ത് നമ്മുടെ ചതുരപ്പയറും. അപ്പോൾ ഇറച്ചി മീനും അങ്ങനെയൊന്നും കഴിക്കാത്തവരൊക്കെയാണെങ്കിൽ ഈ ഒരു പയർ ധാരാളം കഴിക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഗുണമുള്ളതാണ് നമ്മുടെ ഈ ഒരു പയർ. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വിത്തെടുത്ത് വെച്ചിട്ട് അങ്ങനെ പാകി കിളിർപ്പിച്ച് നട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റുള്ള പയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് നമുക്ക് കിളിർപ്പിച്ചെടുക്കാം. പക്ഷേ ഈ ഒരു ചതുരപ്പയറിൻ്റെ വിത്തുണ്ടല്ലോ, അങ്ങനെ പെട്ടെന്ന് കിളിർക്കില്ല കേട്ടോ. അതിൻ്റെ പുറം തൊലിക്ക് ഇത്തിരി കട്ടിയുള്ളതുകൊണ്ടേ കിളിർക്കാൻ ഇത്തിരി താമസമാണ്. അപ്പം നമ്മളൊരു പകൽ ഒരു രാത്രി, അത് 24 മണിക്കൂറും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ പാകുവാണെങ്കിൽ പെട്ടെന്ന് കിളിർത്ത് കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ഇത്തിരി താമസമാണ് ഇതൊന്ന് കിളിർത്ത് വരാൻ വേണ്ടിയിട്ട്. എന്നാലും കിളിർത്ത് വരികയും ചെയ്യും, നല്ല രീതിയിൽ കായും പിടിക്കും. നമുക്ക് മറ്റുള്ള പച്ചക്കറികളുടെ ഒക്കെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാനാണേലും ഗുണമുള്ളതും ടേസ്റ്റുമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പയർ. അപ്പം നമുക്ക് ഇത് നട്ട് കഴിഞ്ഞാൽ 2 ഗുണമുണ്ട്. നമുക്ക് ഇലയും തോരൻ വെക്കാം, അതുപോലെ നമുക്കിതിൻ്റെ പയറും തോരൻ വെക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മൾ പറിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ തലഭാഗം പടർന്ന് കയറുന്നതിനനുസരിച്ച് അതിലെല്ലാം നല്ല രീതിയിൽ കായ് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പം കുറച്ച് പറിക്കാണ്ട്, അതായത് മൂത്ത് പോകാതെ നമ്മൾ കിളന്നിലേ പറിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ടേസ്റ്റ്. മൂത്ത് പോയാലേ നമ്മളിത് അരിയുമ്പം അത് തോരൻ വെച്ചൊക്കെ കഴിയുമ്പം കടിക്കും. അതായത് വെച്ചാൽ ഇങ്ങനെ ഒരു കറുമുറ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കിളുന്നായിട്ട് നമ്മൾ പറിച്ച് തോരൻ വെക്കുക, കറി വെക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടല്ലേ എനിക്ക് ഇന്ന് ഇത്രയും പറിക്കാൻ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ചതുരപ്പയർ കൃഷി? ഇഷ്ടമായോ?